ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ആദ്യ ബഹുമാനായ കേരള വ്യാപാരി ഏകോപന സമിതിയുടെ കൊല്ലം ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ എസ് ദേവരാജൻ നിർവഹിക്കുന്നു. ഈ പ്രകടനപരമായ ചടങ്ങിൽ കേരള വ്യാപാരി ഏകോപന സമിതിയുടെ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ഷുക്കൂർ തൊടുപുഴ, ജനറൽ സെക്രട്ടറി ശ്രീ പ്രസാദ് കോടിയാട്ട്, ലോകപ്രഭാഷണം ഇടമലക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ആര്യാലാൽ, മുഖ്യപ്രഭാഷണം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം, ഇടമലക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജി എസ് അജയ്കുമാർ, അഞ്ചൽ മേഖലയുടെ പ്രസിഡന്റ് അഖിൽ രാധാകൃഷ്ണൻ, ഇടമലക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ രവീന്ദ്രനാഥ്, വാർഡ് മെമ്പർ ശ്രീ എം റാബി. പ്രിയമുള്ളവരെ, ആരും പിരിഞ്ഞു പോകരുത്. നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ ജില്ലയുടെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ ജോജോ കെ എബ്രഹാം മുഖ്യ പ്രഭാഷണത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ നേതാക്കളൊക്കെ ഉടൻ തന്നെ എത്തിച്ചേരും. പ്രിയങ്കരനായ MLA ഇപ്പോൾ വിളിച്ചിരുന്നു, എത്തിക്കൊണ്ടിരിക്കുന്നു. ആരും പിരിഞ്ഞു പോകരുത്. നമ്മുടെ യോഗ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. എല്ലാവരും ഈ സ്റ്റേജിന് സമീപം നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു. നേതാക്കളൊക്കെയും ഈ സ്റ്റേജിനകത്തേക്ക് കയറിയിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ ഇതാണ് ഇളക്കളയുടെ പ്രിയമുള്ളവരെ, നമ്മുടെ യോഗ നടപടികൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ വിളംബര ഘോഷയാത്രയ്ക്ക് ആയൂരിന്റെ ചരിത്രത്തിലാദ്യമായി ഇത്രയും വ്യാപാരികളെ അണിനിരത്തി ഒരു വിളംബര ഘോഷയാത്ര നടത്തുവാൻ കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യം പറയട്ടെ. നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനൊക്കെ അഭിമാനിക്കുന്നു. ഈ യോഗ നടപടികൾ ആരംഭിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷനായി നമ്മുടെ പ്രിയങ്കരനായ യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ ഷുക്കൂർ തോട്ടങ്ങൽ അവരെ ക്ഷണിക്കുന്നു. സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് യോഗം ആരംഭിക്കാം. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന, അതിനു വേണ്ടിയിട്ട് ഷീജ രൂപം ടെക്സസിനെ ഞാൻ ക്ഷണിക്കുകയാണ്. പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമേലയും
അടുത്തതായി ഈ യോഗത്തിന് സ്വാഗതം അർപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ശ്രീ പ്രസാദ് കോടിയേറ്റിനെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള ആയൂരിലെ എൻ്റെ ഏറ്റവും സ്നേഹമുള്ള വ്യാപാരി സുഹൃത്തുക്കളെ, നമ്മുടെ ഈ യോഗത്തിന്റെ പ്രിയങ്കനായ ഉദ്ഘാടകൻ നമ്മുടെ പുനലൂരിന്റെ MLA ശ്രീ PS സുവാദ അവർ, നമ്മുടെ ഈ യോഗത്തിൽ കൂപ്പൺ വിതരണം ചെയ്തതിനു വേണ്ടി നമ്മുടെ പ്രിയങ്കനായ സംസ്ഥാന ട്രഷററും ജില്ലയുടെ പ്രസിഡന്റുമായ ശ്രീ ദേവരാജൻ അവർ, നമ്മുടെ ഈ യൂണിറ്റിന്റെ പ്രിയങ്കനായ അധ്യക്ഷൻ ശ്രീ ശുക്കൂർ തോട്ടുങ്കര, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കനായ ജില്ലയുടെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ ജോജോ കെ എബ്രഹാം, നമ്മുടെ ഓയൂരിന്റെ പ്രിയങ്കനായ പ്രസിഡന്റ് ശ്രീ സാദിഖ് അവർ, പ്രിയപ്പെട്ട വ്യാപാരി നേതാക്കളെ, വ്യാപാരി സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മളെ ചുരുങ്ങിയ കാലം കൊണ്ട് ആലോചിച്ച് നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് ഈ വ്യാപാരോത്സവം. എന്തുകൊണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും. നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, അതായത് കൊറോണ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ നമ്മുടെ വ്യാപാരം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസരമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം എന്തുകൊണ്ടാണ്. നമ്മളൊക്കെ ആ സമയത്ത് നമ്മുടെ വീടുകളിരുന്നുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്തത് മൂലം നമ്മൾ മൊബൈൽ കൂടി ഓൺലൈനിലായി നമ്മൾ സാധനങ്ങൾ ബുക്ക് ചെയ്യാൻ തുടങ്ങി. ആദ്യം നമ്മളെ ചെറിയ നമ്മുടെ പ്രദേശത്തെ കടകളിലെ ചെറിയ ഔട്ട്ലെറ്റിലേക്കാണ് നമ്മൾ സാധനങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. എന്നാൽ അതൊക്കെ മാറി പുതിയ വികസനങ്ങൾ വന്നപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ഈ അവസരം മുതലാക്കി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും വളരെ വിഷമത്തിലാണ് നമ്മുടെ ആയൂരിലെ വ്യാപാരികളൊക്കെ ഇപ്പോൾ വ്യാപാരത്തിൽ നിൽക്കുന്നത്. എനിക്ക് ശേഷം നമ്മുടെ പ്രിയങ്കനായ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ജോജോ കെ എബ്രഹാമിനെ വിശദമായി സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ നമ്മുടെ നിയമവിധ വേദിയുടെ ജില്ലയുടെ പ്രസിഡന്റ് കൂടിയാണ് നമ്മുടെ പ്രിയങ്കനായ ജോജോ കെ എബ്രഹാം. തീർച്ചയായിട്ടും നമുക്ക് ശേഷം വളരെ നല്ല ഒരു വിശദമായ ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം. തീർച്ചയായിട്ടും ആരും മടങ്ങിപ്പോകരുത്. വളരെ വിശദമായി വ്യാപാരികളുടെ ഇന്നത്തെ അവസ്ഥ പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥ. വാടക കൊടുക്കാൻ നിവൃത്തിയില്ല, തൊഴിലാളികൾക്ക്, കടയിൽ നിൽക്കുന്ന തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ല, ബാങ്ക് ലോൺ എടുത്തിട്ട് തിരിച്ചടവിന് നിവൃത്തിയില്ല. ഒരു രീതിയിലും നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാനും ഞങ്ങളുടെ പ്രിയങ്കനായ പ്രസിഡന്റും ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് ഞങ്ങൾക്ക് മുതൽക്കൂട്ടായത് നമ്മുടെ പ്രിയങ്കനായ ഓയൂരിന്റെ പ്രസിഡന്റ് ശ്രീ സാദിഖാണ്. സാദിഖിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷമായി ഓയൂരിൽ സംഘടിപ്പിച്ച് വലിയൊരു വിജയമായി വ്യാപാരികൾ ഏറ്റെടുത്തു, അവിടുത്തെ ഉപഭോക്താക്കൾ ഏറ്റെടുത്ത ഒരു വ്യാപാരോത്സവമാണ് നമ്മൾ ആയൂരിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ കടയിൽ വരുന്ന ഒരു ഉപഭോക്താവ് നമ്മുടെ കടയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് എന്തോ പ്രൈസ് കിട്ടും, ഞാൻ ഈ സാധനം വാങ്ങിച്ചാൽ എനിക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടുമെന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോ നമുക്ക് കണ്ണുമടച്ചുകൊണ്ട് പറയാൻ കഴിയും 50ഓളം സമ്മാനങ്ങളാണ് നമ്മൾ ഈ 3 മാസം കൊണ്ട് ഇവിടെ വിതരണം ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, മെഗാ സമ്മാനമായി ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു സ്കൂട്ടറോ ഒരു കാറോ വെക്കാമെന്ന് വെച്ചപ്പോൾ ഇപ്പോൾ ഞങ്ങളെ കമ്മിറ്റിയിൽ ആലോചിച്ചപ്പോൾ അത് വേണ്ട, നമ്മുടെ നാട്ടിൽ പൈസയ്ക്കാണ് ആളുകൾക്ക് വളരെ ദുർലഭമായിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പൈസ നമുക്ക് വെച്ച് തുടങ്ങാം എന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ ഞങ്ങളുടെ പ്രിയങ്കരായ 4 വ്യാപാരികൾ 12,500 രൂപ സമാഹരിച്ചുകൊണ്ട് 50,001 രൂപ ഒന്നാം സമ്മാനവും, 2ാം സമ്മാനമായി ഒരു റെഫ്രിജറേറ്ററും, 3ാം സമ്മാനമായി ഒരു വാഷിംഗ് മെഷീനും, 4ാം സമ്മാനമായി ഒരു അലമാരയും, 5ാം സമ്മാനമായി ഒരു മൊബൈൽ ഫോണും, 50 മറ്റ് സമ്മാനങ്ങളുമായിട്ടാണ് ഇന്ന് ആയൂർ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിങ്ങളുടെ വട്ടത്തേക്ക് വരുന്നത്.
തീർച്ചയായിട്ടും നമുക്കറിയാം, നിങ്ങൾ പലപ്പോഴും ചില ഉപഭോക്താക്കൾ വിചാരിക്കും ഞങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു സംവിധാനവുമായിട്ടാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി വന്നിരിക്കുന്നത്. ഒരിക്കലുമല്ല. ഇത് വളരെ സുതാര്യമാണ്. എല്ലാ ശനിയാഴ്ചയും 4 നറുക്കെടുപ്പ് അമ്മ മെഡിക്കൽസിന്റെ ഇതേ വേദിയിൽ നമ്മുടെ പ്രിയങ്കരായ നേതാക്കളും ജനപ്രതിനിധികളും കൂപ്പൺ നറുക്കെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സംവിധാനങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു വിജയമായി നമ്മുടെ ആദ്യത്തെ വ്യാപാരോത്സവം മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി തീർച്ചയായും നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയങ്കരായ നേതാക്കൾ ഒരുപാട് ഇവിടെ എത്തിയിരുന്നു. മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് പേർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ പ്രിയങ്കരനായ യൂണിറ്റിന്റെ അധ്യക്ഷൻ ശ്രീ ഷുക്കൂർ തോട്ടുകരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ MLA, നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ MLA ഉടൻ തന്നെ എത്തിച്ചേരും. പ്രിയങ്കരനായ ശ്രീ PS സുബാൽ MLA നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്കറിയാം, നമുക്കിവിടെ ഒരു ക്യാമറ വേണം. നമുക്കിവിടെ കഴിഞ്ഞ നമ്മുടെ രാജ്യസഭാ മന്ത്രിയായിരുന്നപ്പോഴും MLA ആയിരുന്നപ്പോഴൊക്കെ നമ്മൾ പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടതാണ് നമ്മളെ ആയൂരിൽ ഒരു ക്യാമറ സംവിധാനം. ഇപ്പോൾ അതൊക്കെ നമുക്ക് സാധിച്ചത് നമ്മുടെ പ്രിയങ്കരനായ MLA ആണ്. ഇത് ചടയമംഗലം പോലീസ് സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്നതിനും നമ്മുടെ ഈ അഞ്ചൽ റോഡിന്റെ വികസനത്തിനും നമ്മുടെ എല്ലാ വികസനത്തിനും നമ്മളോടൊപ്പം ഒറ്റക്കെട്ടായി നമ്മൾ ഏത് കാര്യത്തിനും നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ PS സുബാൽ MLA ഉടൻ തന്നെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അഭാവത്തിലും അദ്ദേഹത്തിനെ ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് നമുക്കറിയാം, നമ്മുടെ ജില്ലയുടെ അഭിമാനം നമ്മുടെ പ്രിയങ്കരനായ ശ്രീ S ദേവരാജൻ, നമ്മുടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ട്രഷററും. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മൾ ഉറങ്ങുമ്പോൾ സംഘടനാ പ്രവർത്തനം നടത്തി ആയൂർ കൂടി കടന്നു പോവുകയും നമ്മൾ ഉണരും മുമ്പ് ആയൂർ കൂടി സംഘടനാ പ്രവർത്തനത്തിന് കൊല്ലത്തേക്കും തിരുവനന്തപുരത്തേക്കും എറണാകുളത്തെയും കേരളത്തിന്റെ പല ഭാഗത്തേക്കും വണ്ടിയുമായും ട്രെയിനിലുമൊക്കെ യാത്ര ചെയ്ത് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം നമ്മോടൊപ്പം നിന്ന് ഒരു ഏത് എളിയവരെ പോലെ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കനായ പ്രസിഡന്റ്. നമ്മുടെ ഏത് ആവശ്യങ്ങൾ പറഞ്ഞാലും നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു സ്നേഹസ്പർശം, അതായത് വ്യാപാരികളുടെ കുടുംബ സുരക്ഷാ പദ്ധതി, നിങ്ങൾക്ക് ഇവിടുന്ന് ഏകദേശം 150ഓളം ആളുകൾ ഇതിൽ ചേർന്നിട്ടുണ്ട്. നമ്മൾ നിർദ്ധനരായ ഒരു വ്യാപാരി ഇന്ന് മരണപ്പെട്ടാൽ നമുക്ക് എന്ത് ലഭിക്കും? ശവമടക്കന് പോലും പൈസയില്ലാതെ വിഷമിക്കുന്ന സമയത്ത് താങ്ങായി എത്തുന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന വലിയ ബൃഹത്തായ സംഘടന നമുക്കറിയാം. 10 ലക്ഷം രൂപ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട വ്യാപാരികൾക്ക് നൽകിക്കൊണ്ട് 4,50,00,000 രൂപ ഇന്ന് കൊല്ലം ജില്ലയിൽ വിതരണം ചെയ്തിരിക്കുകയാണ്. അതിനെപ്പറ്റിയൊക്കെ നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ സംസാരിക്കും. നമുക്കറിയാം, വളരെ വിജയകരമായി ഇന്ന് ലോകത്ത് നടന്നു വരാത്ത ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയാണ് സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതി. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ പോലും, ഒരു വ്യാപാരി അല്ലാതെ ഒരു മനുഷ്യർക്ക് ലഭിക്കാത്ത ഒരു ആനുകൂല്യമാണ് ഈ 10 ലക്ഷം. നമുക്കറിയാം, ഇവിടെ ആയൂരിൽ ഇപ്പോൾ അതിന്റെ വീണ്ടും അതിന്റെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ ചേരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 25ഓളം പേര് ആളുകൾ ചേർന്നിട്ടുണ്ട്. വീണ്ടും ആളുകൾ ഇതിൽ ചേരണം. ഇതിന്റെ പ്രസക്തികളെ പറ്റിയൊക്കെ ഇവിടെ ഇപ്പം ജോജോ കെ എബ്രഹാം പ്രസ്താവിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്നത് നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റാണ്, അതുപോലെ ജില്ലാ കമ്മിറ്റിയാണ്. ഈ ജോജോ കെ എബ്രഹാം ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാരാണ് നമുക്ക് ഈ ജില്ലയിലേക്ക് ഇത് കൊണ്ടുവന്നത്. കഴിഞ്ഞ ഒരു വർഷമായി പല ജില്ലകളിലും നടന്നുവെങ്കിലും നമ്മുടെ ഈ ജില്ലയിൽ വന്നിട്ട് ഒരു വർഷമായി വളരെ സജീവമായി ഈ കാര്യങ്ങളൊക്കെയും വളരെ സജീവമായി കൊണ്ടുപോകുന്ന ഒരു പ്രസിഡന്റാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ S ദേവരാജൻ. അദ്ദേഹത്തിന്റെ കാര്യത്തെ പറ്റി നിങ്ങളോട് ഒന്നും പറയേണ്ട. നമ്മുടെ നാട്ടുകാരനാണ്. എപ്പോഴും നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന പ്രിയങ്കരനായ പ്രസിഡന്റ് ഉടൻ തന്നെ എത്തിച്ചേരും. ഇവിടെ കുട്ടിയെത്ത മരണവുമായി ബന്ധപ്പെട്ട് പോയിട്ട് ഇവിടെ എത്താറായിട്ടുണ്ട്. എന്നെ വിളിച്ചിരുന്നു. ഉടൻ തന്നെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അഭാവത്തിലും ആദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ആര്യല
ഉടൻ തന്നെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ ആയൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ സഹായിക്കുന്ന പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ആര്യലാൽ അവറുകളെ, ശ്രീമതി ആര്യലാൽ അവറുകളെ ആദ്യമായി ഈ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യും. അടുത്തതായി ശ്രീ അഖിൽ രാധാകൃഷ്ണൻ. നമുക്കറിയാം അഞ്ചൽ മേഖലയുടെ പ്രസിഡന്റാണ്. ഞാൻ എന്നോടൊപ്പം കഴിഞ്ഞ 8 വർഷക്കാലം എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ്. ശ്രീ അഖിൽ രാധാകൃഷ്ണൻ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അദ്ദേഹത്തിന് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രവീന്ദ്രനാഥ് അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരിക്കുമ്പോൾ നമ്മുടെ ഏത് വിഷയങ്ങൾ പറഞ്ഞാലും പഞ്ചായത്തിലെ ഒരു അംഗത്തെ പോലെ, ഒരു മെമ്പറെ പോലെ ഇവിടുത്തെ വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെയും കയ്യിൽ കൊണ്ടുവരുന്ന ആളാണ് പ്രിയപ്പെട്ട രവീന്ദ്രനാഥ്. അവിടെ ഒരു വിവേചനമില്ലായിരുന്നു. ഒരു കാര്യങ്ങൾ വന്നാൽ ഉടൻ തന്നെ ഫോണെടുത്ത് പറയും നിങ്ങളിവിടെ എത്തണം. ഏത് കാര്യം ആലോചിക്കുന്നതിനും ഞങ്ങളെ രണ്ടിനെയും വിളിച്ച് ഉൾപ്പെടുത്തി, ഞങ്ങളുടെ കമ്മിറ്റിയെ ഉൾപ്പെടുത്തിയാണ് എല്ലാ കാര്യവും ഞങ്ങളോട് ചെയ്തു തന്നിരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഒരാൾ വിട്ടുപോയി, നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീ ജോജോ കെ എബ്രഹാം. നമ്മുടെ കൊല്ലം ജില്ലയിൽ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും പ്രസംഗത്തിൽ കൂടി ഉള്ള ബിരുദങ്ങളായിരുന്നു കണ്ടിരുന്നതെങ്കിൽ പ്രവൃത്തിയിലൂടെയുള്ള ഒരു ബിരുദ കാണിച്ച ആളാണ് നമ്മുടെ പ്രിയങ്കരനായ ജോജോ കെ എബ്രഹാം. നിയമസഹായ വേദി, നമുക്കറിയാം ഏത് നിയമങ്ങളും ഏത് നൂലാമാലകളും ഇന്ന് ഒരു നിയമജ്ഞനെ വെല്ലുന്ന രീതിയിലുള്ള നിയമങ്ങൾ പഠിച്ചിട്ടാണ് അദ്ദേഹം ഈ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഓയൂരിലേക്ക് കടന്നു ചെന്നപ്പോൾ 4,50,00,000 രൂപ വിതരണം ചെയ്യുന്ന യോഗത്തിൽ പങ്കെടുത്തപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ MP അവിടെ പറഞ്ഞത്, അവിടെ പാർലമെന്റിൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ വാടകയ്ക്ക് GST ഏർപ്പെടുത്തി എന്നുള്ള ഒരു കാര്യം നമ്മളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. നമ്മൾ സമരമൊക്കെ നടത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പാർലമെന്റിൽ ഒരു വിഷയം അവിടെ കമ്മിറ്റി നോക്കിയപ്പോൾ MP-ക്ക് അറിയാത്ത ഒരു കാര്യമുള്ളതുകൊണ്ട് MP ഉടൻ തന്നെ വെളിയിലിറങ്ങി നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറിയെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പാർലമെന്റിൽ അവതരിപ്പിച്ചു എന്നുള്ള വലിയ ഒരു കാര്യം എനിക്ക് അറിയാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മുടെ ഇതൊന്നും അല്ല, നമ്മുടെ സംഘടനയിൽ ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ MP, എല്ലാവരെക്കാളും നമ്മുടെ പാർലമെന്റിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന MP-യാണ് പ്രേമേന്ദ്രൻ. നമ്മുടെ വിഷയങ്ങളൊക്കെയും നമ്മുടെ ജോജോ കെ സാറുമായി സംസാരിക്കുകയും അതൊക്കെയും കൃത്യമായി പാർലമെന്റിൽ അവതരിപ്പിക്കുകയും അതിനൊക്കെയും നമുക്ക് നടപടി ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ വാടകയുടെ കാര്യത്തിൽ ജനറൽ സെക്രട്ടറിയോട് പ്രസ്താവിക്കും. അതിനും നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി MP ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. വലിയൊരു ഭാരം നമ്മുടെ മേളിൽ അടിച്ചേൽപ്പിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 10-ാം തീയതി ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതേപ്പറ്റിയൊക്കെ ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറിയുടെ സൂചിപ്പിക്കും. പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ഇതുകൂടാതെ നമ്മുടെ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കൊല്ലം ജില്ലയിൽ എല്ലാ പ്രവർത്തനങ്ങളും കണ്ണിൽ കൃഷ്ണമണി ഇട്ടുകൊണ്ട് നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ സ്നേഹസ്പർശം പദ്ധതി വളരെ കൃത്യമായി ഒരു ഓഫീസ് തന്നെ പ്രവർത്തിപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ കടയിൽ തന്നെ ഒരു ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ യൂണിറ്റിലെ ഓരോ ആളുകളെയും നമ്മുടെ ജില്ലയിലെ ഓരോ യൂണിറ്റിലും നമ്മളെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ ജോജോ കെ എബ്രഹാം. കഴിഞ്ഞ 10-15 ദിവസമായി സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. ഞാൻ വിളിച്ചപ്പോഴേ എനിക്ക് സുഖമില്ല സാർ, എനിക്ക് കാലിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി വളരെ ഈ 15 ദിവസത്തിനകം ആദ്യ യോഗമാണ് ആയൂരിലെ. തീർച്ചയായിട്ടും നമ്മുടെ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന് നമ്മുടെ എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല, നമ്മുടെ പ്രിയങ്കരനാണ് ശ്രീ ജോജോ കെ എബ്രഹാം. നമ്മുടെ എല്ലാം കണ്ണിലുണ്ടിയാണ്. നമ്മുടെ എപ്പോഴും നമുക്ക് വിളിക്കാൻ പറ്റും. നമ്മുടെ ഏത് സെയിൽ ടാക്സിലോ GST-യിലോ എന്ത് വിഷയം വന്നാലും ഏത് സാധാരണക്കാരന് ഫോൺ എടുത്ത് വിളിച്ച് കാര്യങ്ങൾ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്ന ഒരു ജനറൽ സെക്രട്ടറിയാണ് ശ്രീ ജോജോ കെ എബ്രഹാം. അദ്ദേഹത്തെയും നിങ്ങളുടെയും ഈ ആയൂരിന്റെ യൂണിറ്റിന് വേണ്ടി ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ റാഫി നമ്മുടെ മെമ്പറാണ്. ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ മെമ്പറിന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, അന്ന് എത്തിയിട്ടില്ല. തീർച്ചയായിട്ടും അതിനുള്ള അനുശോചനം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹം എത്തിച്ചേരുവാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി വിളയിൽ കുഞ്ഞുമോൻ. നമുക്കറിയാം ഞങ്ങളൊരു വ്യാപാരി കൂടിയാണ്. പഞ്ചായത്തിലെ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മോടൊപ്പം നിന്ന് നമ്മളെപ്പോലെ ഒരാളെ പോലെ പ്രവർത്തിക്കുന്ന, നമ്മുടെ എല്ലാ വികസനത്തിനും നമ്മളോടൊപ്പം സഹായിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ
ശ്രീ വിളയിൽ കുഞ്ഞുമോൻ മെമ്പറെ ഹാർദവമായി സ്വാഗതം ചെയ്യും. അടുത്തതായി ഞാൻ ഒരാളെ വിട്ടുപോയി. നമ്മുടെ സാദിഖ് കാക്ക നമ്മുടെ ഓയൂരിന്റെ പ്രസിഡന്റാണ്. അവിടെ ഈ പറയുന്നത് പോലെ വലിയ ഈ ആയൂരിലെ കൂട്ട് വലിയൊരു മത്സരം നടക്കുന്ന ഒരു യൂണിറ്റാണ്. എല്ലായിടത്തും പറഞ്ഞ വലിയ മത്സരമുള്ള ഒരു യൂണിറ്റാണ് ഓയൂർ. മത്സരിച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു യൂണിറ്റാണ്. ഈ മത്സരം വരുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അവിടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ പ്രവർത്തനത്തിന്റെ ഫലമായി കഴിഞ്ഞ 5 വർഷമായി അവിടെ വ്യാപാരോത്സവം സംഘടിപ്പിക്കുകയാണ്. പലപ്പോഴും എന്നോട് പറയും, പ്രസാദ് ഞങ്ങൾ ഇങ്ങനെ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുക, നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് പറ്റുമോ എന്നും ഇങ്ങനെ എന്നോട് പലപ്പോഴും കമ്മിറ്റികളിലൊക്കെ കാണുമ്പോൾ പറയാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ച്, അതുപോലെ തന്നെ ഇവിടെ അവിടുത്തെ ഒരു വ്യാപാരി ഇവിടെ ഉണ്ട്, സിറ്റി ടൈംസ് വാച്ചട, അദ്ദേഹം അവിടുത്തെ ഒരാളാണ്, ഇവിടെ വന്ന് ആയൊരു വ്യാപാരം നടത്തുന്നതാണ്. പുള്ളി എപ്പോഴും നിങ്ങളെ കൊണ്ട് എന്ത് പറ്റും, ഓരോ നിങ്ങൾ കണ്ടുപിടി എന്ന് പലപ്പോഴും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കും ഷുക്കൂറാക്കായി ഞങ്ങളിരുന്ന് ആലോചിച്ചു, നമുക്ക് എന്തുകൊണ്ട് ഇത് നടത്തിക്കൂടാ. തീർച്ചയായിട്ടും ഒരു 15 ദിവസമേ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ആ ആലോചന തീർച്ചയായിട്ടും ഇന്നത് പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. അതിനുള്ള കാരണം നിങ്ങളാണ്, ഈ വ്യാപാരികളാണ്, ആയൂരിലെ വ്യാപാരികളാണ്. ഈ വ്യാപാരി സുഹൃത്തുക്കളെ ഈ കാര്യമായി സമീപിച്ചപ്പോൾ ഒന്നും പറയാതെ 50-ൽ പരം സമ്മാനങ്ങൾ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ നൽകിയതുകൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾക്ക് ഒരു മാർഗദർശിയായ നമ്മുടെ പ്രിയങ്കനായ ഓയൂർ യൂണിറ്റിന്റെ പ്രസിഡന്റും കണ്ണനല്ലൂർ മേഖലയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ സാദിഖിനെ നിങ്ങളുടെ പേരിൽ ഹാർദവമായി യൂണിറ്റിന്റെ പേരിൽ സ്വാഗതം ചെയ്യും. അടുത്തതായി ശ്രീമതി തങ്കമണി എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. എത്തിച്ചേരും. നമ്മുടെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ലൈസൻസ് ഉൾപ്പെടെ ഇവിടെ ആയൂരിലെ ഏത് വിഷയങ്ങൾ സംസാരിച്ചാലും ഓടിയെത്തി ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ ടൗൺ വാർഡിലെ ഈ ശ്രീമതി തങ്കമണി. അപ്പോൾ ഞങ്ങളുടെ ഈ പരിപാടിക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എത്തിയിട്ടില്ല എങ്കിൽ പോലും പ്രിയങ്കരിയായ തങ്കമണി മെമ്പറെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. അടുത്തതായി നമ്മുടെ പ്രിയങ്കരിയായ മുൻ വൈസ് പ്രസിഡന്റ് ഇടമളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ ജ്യോതി വിശ്വനാഥ്. സത്യത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ഇവിടെ ഈ രവീന്ദ്രനാഥ് സാർ പ്രസിഡന്റും ജ്യോതി വിശ്വനാഥ് വൈസ് പ്രസിഡന്റുമായിരുന്നപ്പോഴാണ് ഞങ്ങളുടെ വ്യാപാരികളുടെ സുവർണ്ണ കാലഘട്ടം. സത്യം ഞാൻ പറയാം, മറക്കാൻ സുവർണ്ണ കാലഘട്ടം ഒരു വ്യാപാരികളുടെ ഏത് വിഷയങ്ങൾ. ഞാനിവിടെ എനിക്ക് മുമ്പേ കാണുന്ന ഈ പാലം, ഈ മുമ്പ് റോഡിൽ കാണുന്ന വലിയൊരു പാലം ഒരു പൈപ്പിട്ട് പോകാനാണ് ഉദ്ദേശിച്ചത്. അന്ന് പ്രിയങ്കനായ പ്രസിഡന്റ് ശ്രീ രവീന്ദ്രനാഥും പ്രിയങ്കരിയായ ജ്യോതി വിശ്വനാഥിനോടും കൂടി ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ, പ്രസാദ് ഇന്ന് താല്പര്യമുണ്ടോ എന്ന് എന്നെ വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മളോടൊപ്പം ചെറിയൊരു വണ്ടിയിൽ ഇവർ രണ്ടുപേരും എത്തി. അന്നത്തെ മിനിസ്റ്ററായിരുന്ന നമ്മുടെ PWD മിനിസ്റ്റർ സുധാകരൻ സാറിനെ ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇവിടുന്ന് പോയി. ഞങ്ങൾ ഈ നിവേദനം കൊടുത്തു. ഓർഡറാക്കിയിട്ടാണ് പ്രിയപ്പെട്ട രവീന്ദ്രനാഥ് സാർ വന്നത്. അതാണ് അതിന്റെയാണ് ഈ പാലം. നേരത്തെ പാലമില്ലായിരുന്നു, ഒരു കൊച്ചു പൈപ്പിട്ട് വെറുതെ പോകുന്ന ഒരു സംവിധാനമായിരുന്നു ഇവിടെ. ഈ കൺവേർട്ടർ ഉണ്ടാക്കിയത് പ്രിയപ്പെട്ട പ്രസിഡന്റിന്റെ കാലത്താണ്. തീർച്ചയായിട്ടും ഇതേപോലെ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഇതുപോലെ ഒരുപാട് ഇവിടെ പാർക്കിങ്ങിന് വേണ്ടി ഓയൂർ റോഡിൽ ഇപ്പൊ ആയൂർ വന്ന പാർക്കിംഗ് ഇല്ല. വ്യാപാരികളെ അതൊക്കെ പ്രസിഡന്റ് സംസാരിക്കും. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നിർത്താനൊരു സ്ഥലമില്ല, വണ്ടി നിർത്താൻ സ്ഥലമില്ല. ഒരു സാധനം വാങ്ങിയാൽ ഉടൻ പെനാൽറ്റിയാണ്. ചടയമംഗലം പോലീസിന്റെയും നമ്മുടെ ഈ MVDയുടെ നേതൃത്വത്തിൽ ക്യാമറയുമായി നടക്കുകയാണ്. ക്യാമറയുമായി എവിടെ കണ്ടാലും ഫോട്ടോ എടുക്കുക, പെനാൽറ്റി അടിക്കുക. അവർ വീട്ടിൽ ചെല്ലുന്നതിന് മുന്നിട്ട് പെനാൽറ്റി അടിക്കുക. അപ്പോൾ ആളുകളെ ഇവിടെ വരാത്ത മെയിൻ കാര്യം നമ്മുടെ ഇത് തന്നെയാണ്. ഇതൊക്കെ മാറ്റി വെക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചാൽ ഞങ്ങള് ജീവനോത്പാദമായിട്ടാണ് ഞങ്ങളിവിടെ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്ക് നിവർത്തിയില്ല, വ്യാപാരമില്ല. വരുന്ന വ്യാപാരങ്ങൾ ആരെങ്കിലും ഒരു ബൈക്കും കൊണ്ടുവന്ന് സാധനം വാങ്ങിയാൽ അവന് പെനാൽറ്റി അടിച്ച് അവൻ തിരിച്ചു പോകുന്ന ഒരു സമീപനമാണ് ആയൂരിലുള്ളത്. ഞാൻ പ്രസിഡന്റും ഞങ്ങൾ കമ്മിറ്റി ഒട്ടാകെ പല പ്രാവശ്യം MVDക്കും ചടയമംഗലം പോലീസ് സ്റ്റേഷൻ SP ഉൾപ്പെടെയുള്ളവർ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ കുറച്ച് അയവ് വന്നിട്ടുണ്ട്. പറയാതിരിക്കാൻ നിർത്തിയില്ല. ഇപ്പൊ കുറച്ച് ഞങ്ങൾക്ക് അയവ് തന്നിരിക്കുകയാണ്. ഞങ്ങളോട് വളരെ ഹൈവേ പോലീസോടെ കിടപ്പുണ്ട്, വളരെ സഹകരണമുണ്ട്. ഹൈവേ പോലീസ് സാറിന് കേൾക്കുന്നുണ്ട്, വളരെ സൗഹൃദമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പറയുന്നതൊക്കെ അവർ അംഗീകരിക്കുന്നു. കാരണം ഞങ്ങളുടെ വയറ്റിപ്പഴപ്പിന്റെ മാർഗങ്ങളാണെന്ന് അവരും തിരിച്ചറിഞ്ഞു. ഞങ്ങൾ കച്ചവടമല്ലെന്ന് അവരും തിരിച്ചറിഞ്ഞു. ഒരു വ്യാപാരിയാകുമ്പോഴേ അവരൊക്കെ ഇത് മനസ്സിലാക്കും. നമുക്കറിയാം, നമ്മൾ റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു വ്യാപാരം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. വളരെ ബുദ്ധിമുട്ടിലാണ്. കണ്ണിൽ ചോരയില്ല, ഒരു നിവൃത്തിയില്ലാതെ, ബാങ്കിൽ പൈസ അടയ്ക്കാൻ നിവൃത്തിയില്ല. ആ രീതിയിൽ
ഞങ്ങളുടെ പോക്ക്. അതുകൊണ്ട് ആണ് ഞങ്ങൾ ഇതൊക്കെ സംഘടിപ്പിച്ചത്. തീർച്ചയായിട്ടും ഈ സമീപനങ്ങളൊക്കെ മാറണം, ഞങ്ങളോട് സഹകരിക്കണം, ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങളോട് സഹകരിക്കണം. നമ്മുടെ CSR വരുന്നുണ്ട്, തീർച്ചയായിട്ടും CSRും നമുക്ക് വേണ്ടി വളരെ കരുതലായിട്ടാണ് നമുക്ക് ഇടപെടുന്നത്. നമ്മുടെ ഏത് കാര്യത്തിലും നമ്മോടൊപ്പം കൃത്യമായി ഇടപെടുന്ന ഒരാളാണ് നമ്മുടെ സുരേഷ് സാറിന് ഞാൻ സാറ് വന്നവരാണ്, സാറിനെ വിളിച്ചിരുന്നു, സാർ എത്തിയിട്ടുണ്ട്, സാറിന് സ്വാഗതം പറയുകയാണ്. അതുപോലെ നമ്മുടെ തങ്കമണി നമ്മുടെ പ്രിയപ്പെട്ട ജ്യോതി വിശ്വനാഥ് വൈസ് പ്രസിഡന്റിനെ നിങ്ങളുടെ എല്ലാവരുടെയും ഹാർദവമായി സ്വാഗതം ചെയ്യും. അടുത്തായി നമ്മുടെ ഈ കൃത്യം അവതരിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള നമ്മൾ തോമസ് കോശി അവരുകളാണ്, നമ്മുടെ സെക്രട്ടറിയാണ്. നമ്മുടെ സംഘടനയുടെ എല്ലാ പ്രവർത്തനത്തിലും മുന്നിൽ നിൽക്കുന്നതാണ്, അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ അഞ്ചൽ യൂണിറ്റിൽ നിന്നും നമ്മുടെ ജോസ് ബാലരമ, നമ്മുടെ ഇന്ദുലാല്, നമ്മുടെ കുറച്ച് ആളുകൾ എത്തിച്ചേർന്നുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ ഇടമളയ്ക്കൽ കൈപ്പള്ളിമുക്ക് ഇടമളയ്ക്കൽ ജനറൽ സെക്രട്ടറി ശ്രീ ലിജു ആലുവിള, അതുപോലെ നമ്മുടെ പ്രിയങ്കരായ നേതാക്കൾ, ഒരുപാട് നേതാക്കൾ മേഖലയിൽ നിന്നൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. എല്ലാ വ്യാപാരി സുഹൃത്തുക്കൾക്കും തൊഴിലാളി സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും, മീഡിയ അംഗങ്ങൾ എല്ലാവർക്കും, രാജേഷ് നമ്മുടെ വ്യാപാരിയാണ്, ഈ രാജേഷ് ട്രൂത്ത് വിഷൻ ചാനൽ, അതുപോലെ നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ള സാക്ഷി ചാനൽ, നമ്മുടെ 2-3 ചാനലുകൾ എത്തിയിട്ട് സാക്ഷിയിലാണ്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചു ഞാൻ കർത്തവ്യത്തിൽ പെരുമാറുന്നു. നന്ദി, നമസ്കാരം. പ്രസാദ് കുറച്ച് കൂടുതൽ സമയം എടുത്തുകൊണ്ട് ഞാൻ വളരെ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. കാര്യം നമ്മുടെ നേതാക്കള് പലരും ഇവിടെ സംസാരിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട MLA എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ S. ദേവരാജൻ ഓൺ ദ വേ ആണ്, ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തും. അപ്പോൾ വേദിയിലുള്ള ജില്ലയുടെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം, അഡ്വക്കേറ്റ് നമ്മുടെ മുൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ്, ഓയൂർ യൂണിറ്റിന്റെ പ്രസിഡന്റ്, ജില്ലയുടെ ഭാരവാഹിയും കൂടിയായിട്ടുള്ള സാദിഖ് അവറുകൾ, അഞ്ചൽ മേഖലയുടെ പ്രസിഡന്റ് അഖിൽ രാധാകൃഷ്ണൻ, വാർഡ് മെമ്പർമാരായ ശ്രീ വിളയിൽ കുഞ്ഞുമോൻ, റാഫി ഔചാരികമായിട്ട് എത്തിയിട്ടില്ല, ശ്രീ S. തങ്കമണി, പിന്നെ നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കൾ, അതായത് തോമസ് കോശി, കുര്യൻ ജേക്കബ്, വർക്കിംഗ് പ്രസിഡന്റ് SK സാബു, രചന മോഹനൻ, അഞ്ചൽ നിന്നുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ട്രഷറർ വിൽസൺ മാത്യു, വനിതാ വിങ്ങിന്റെ പ്രവർത്തകരായ Human Taxes ജിയ, സ്നേഹ വീട്ടിപ്പാളന്റെ ഉടമ സരിത, പത്മാവതി, പിങ്ക് വീട്ടിപ്പാളർ ഷീജ, പിന്നെ മറ്റെല്ലാവരെയും, എല്ലാ സുഹൃത്തുക്കളെയും, വ്യാപാരി സുഹൃത്തുക്കളെയും, നമ്മുടെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജ്യോതി വിശ്വനാഥ് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പ്രത്യേകം ക്ഷണിച്ചാണ്. കാര്യം പാർട്ടിപരമായിട്ടുള്ളൊരു കാര്യമല്ല ഇത്, എങ്കിൽ പോലും ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ പാർട്ടി ഇല്ല. പക്ഷെ ഇവരെല്ലാം ഞങ്ങളുമായിട്ട് വളരെയധികം ചേർന്ന് സഹകരിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഇവരെ ഇത്രയും പേര് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. അത് എല്ലാവരും അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം നമ്മൾക്ക് ഇതിനകത്ത് ഒരു വ്യാപാരോത്സവം സംഘടിപ്പിക്കുന്നതിന്റെ കാര്യം നമുക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. സത്യം തുറന്നു പറയുക, ഓൺലൈൻ ബിസിനസ്, മാളുകൾ, ഫുട്പാത്ത് ബിസിനസ്, റൂട്ട് സെയില്, ഈ 2-3 ചെരുപ്പ് കടയുടെ മുന്നിൽ കൊണ്ടിട്ട് വലിയ പരമ്പ് വെച്ചിട്ട് ചെരുപ്പ് വയ്ക്കുക. അപ്പൊ കടക്കാൻ വല്ല എന്തെങ്കിലും വിൽക്കാൻ പറ്റുമോ? എത്ര തരം ലൈസൻസ് എടുക്കണം? ഫുഡിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കടയ്ക്കാണെങ്കിൽ 6-7 ലൈസൻസ് എടുക്കണം വർഷം. അത് റിന്യൂ ചെയ്യാൻ താമസിച്ചാൽ അതിന് ഫൈനും ഇരട്ടി ഫൈനും. അങ്ങനെ എന്തെല്ലാം പൊല്ലാപ്പുകളാണ് ഈ പാവപ്പെട്ട വ്യാപാരികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു രക്ഷ നേടാൻ ഞങ്ങൾ യൂണിറ്റ് എക്സിക്യൂട്ടീവ് കൂടി എല്ലാവരും കൂടി ആലോചിച്ചിട്ടൊരു തീരുമാനമാണത്. അത് ശ്രീ സാദിഖിന്റെയൊക്കെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇതൊക്കെ നടത്തി വിജയപ്രദമായിരുന്നു, നല്ല കാര്യമാണ്, നിങ്ങൾ നോക്കൂ, കുഴപ്പമില്ല എന്നൊക്കെ ഞങ്ങൾ അഭിപ്രായം വിളിച്ചു പറഞ്ഞു. ആയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു
വ്യാപാരോത്സവം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അത് മാത്രമല്ല, വ്യാപാരികളെ സംബന്ധിച്ച് ഒരുപാട് ദോഷങ്ങളെന്ന് പറഞ്ഞാൽ ഈ നിരോധിത കവർ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ 10,000 രൂപ കവർ പിടുത്തക്കാർ, പിള്ളേരെ പിടുത്തക്കാരെന്ന് പറഞ്ഞ കണക്ക് കവർ പിടുത്തക്കാർ നിരോധിത കവർ കണ്ടു കഴിഞ്ഞാൽ എവിടെങ്കിലും കൊടുക്കുന്ന കാര്യം മാറി നോക്കും, അപ്പോഴേ 10,000 രൂപ ഫൈൻ അടിക്കും. ഇവിടെ എത്രയോ കടകൾക്ക് കഴിഞ്ഞ ഈ 20 കൊല്ലത്തിനുള്ളിൽ 10,000 രൂപ വെച്ച് ഫൈൻ അടിച്ചു കൊടുക്കും. എന്നെ പ്രസാദനെ വിളിക്കും, ഞങ്ങൾ ഓടിച്ചില്ല, അപ്പോഴത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ അവരവരെ പാട്ടിക്ക് പോകും. അപ്പൊ കൊണ്ട് അടച്ചേ പറ്റും, അല്ലാതെ അവർ അല്ലെങ്കിൽ പേപ്പർ കോടതിയിൽ കൊടുക്കും. അപ്പൊ ഇതെല്ലാം വളരെയധികം ബുദ്ധിമുട്ടാണ്, കച്ചവടം ഇല്ലാതെ പോകുന്ന ഒന്ന്. അത് പാർക്കിംഗ് ഇല്ല. ഒരു വണ്ടി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഈ ആയൂർ ടൗണിലെ 4 റൂട്ടും കേന്ദ്രീകരിച്ച് നോ പാർക്കിംഗ് ബോർഡാണ്. പണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ്, ഞങ്ങളും പല സംഘടനകളിലെന്ന് വെച്ചാൽ വികസന സമിതി, പോലീസ്, പഞ്ചായത്ത് എല്ലാവരും ചേർന്നൊരു തീരുമാനമെടുത്തു. കുറെ കാര്യങ്ങൾ അന്ന് നോക്കി അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ കൂടെ ഇരുന്നുകൊണ്ട് പുകഴ്ത്തുമല്ല, അദ്ദേഹം വെളുപ്പാങ്കാലത്തെ ഇറങ്ങി വന്നു, ഞങ്ങളോടൊപ്പം നിന്നു. ജ്യോതി വിശ്വനാഥ് ഉണ്ടായിരുന്നു, വിശ്വസഭയുടെ എൻ.ആർ. ഗോവൻ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, പ്രസാദ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളോട് കൂടെ നിന്നിട്ട് വെളുപ്പിലെ വന്നിട്ട് ഈ വണ്ടികളെല്ലാം ക്രമീകരിക്കുകയും വിടുകയും ഒക്കെ ചെയ്യുന്ന ജോലി കുറെ നാൾ കൊണ്ട് കുറച്ച് നാളുകൾ നല്ലതുപോലെ നടത്തിക്കൊണ്ടുപോയി. ഒരു ഹോം ഗാർഡിനെയൊക്കെ ഞങ്ങളുടെ ചെലവിൽ ആഹാരമൊക്കെ കൊടുത്ത് ശമ്പളമൊക്കെ കൊടുത്ത് നിർത്തി. വളരെ നല്ല ഒരു രീതിയായിരുന്നു. പിന്നെ അത് എങ്ങനെയോ പിന്നെ അത് പഴയ രീതിയിലോട്ട് പോയി. ഇപ്പോൾ ഈ ട്രാഫിക് അലവലാതെ കിടക്കുക, സിഗ്നല് ക്യാമറ ടൗണിൽ വെച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് വെച്ചത്, അതെല്ലാം പോയി കിടക്കുക. ഇതിനെല്ലാം പറയുന്ന വ്യാപാരികൾ ഓടുന്നുണ്ട്, പക്ഷെ വ്യാപാരികളെ നിലനിർത്താൻ ആർക്കും സാധിക്കുന്നില്ല. വ്യാപാരികൾ വളരെയധികം ഘട്ടത്തിലോട്ട് പോവുകയാണ്. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ഒരു ആലോചനയായിട്ട് കണ്ടുപിടിച്ചത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും, നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും എല്ലാം അഭ്യർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാവരും കൂടെ ഉണ്ടാവണം. ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ട്. എല്ലാത്തിനും നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് മുഖ്യ പ്രഭാഷണം നടത്താനായിട്ട് ശ്രീ ജോജോ കെ എബ്രഹാം, ജില്ലയുടെ ആരാധനാ ജനറൽ സെക്രട്ടറി, ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഏറെ ബഹുമാന്യനായ ആയൂർ യൂണിറ്റിന്റെ പ്രസിഡന്റുമായ ശ്രീ ഷുക്കൂർ തോട്ടിങ്കര അവർ, ആയൂർ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറിയും സ്വാഗതം ആശംസിച്ച പ്രിയ സുഹൃത്ത് ശ്രീ പ്രസാദ് കോടിയാട്ട് അവർ, ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ഏറെ ആദരണീയനായ ശ്രീ രവീന്ദ്രനാഥ് അവർ, ഓയൂർ യൂണിറ്റിന്റെ പ്രസിഡന്റും കണ്ണനല്ലൂർ മേഖലയുടെ ജനറൽ സെക്രട്ടറിയും ശ്രീ സാദിഖ് അവറുകൾ, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അംഗവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചൽ മേഖലയുടെ പ്രസിഡന്റുമായ ശ്രീ അഖിൽ രാധാകൃഷ്ണൻ, ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ GS അജയകുമാർ, വാർഡ് മെമ്പർ ശ്രീ വിളയിൽ കുഞ്ഞുമോൻ, കൃതജ്ഞത ആശംസിക്കുവാനായി ഇവിടെ സന്നിഹിതനായിട്ടുള്ള ഏറെ പ്രിയങ്കരനായ ശ്രീ തോമസ് കോശി, യൂണിറ്റിന്റെ ട്രഷറർ ഏറെ സ്നേഹം നിറഞ്ഞ ശ്രീ വിൽസൺ ഉൾപ്പെടെ എന്നെ ശ്രവിക്കുന്നവരായ ആയൂർ യൂണിറ്റിലെ അംഗങ്ങളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, ഉപഭോക്താക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ,
സ്വാഗത പ്രസംഗം നിർവഹിച്ച ശ്രീ പ്രസാദ് കോടിയാട്ടനെ എനിക്കറിയാവുന്നതിനേക്കാൾ ഭംഗിയായി ആയൂർ നിവാസികൾക്ക് സുപരിചിതനാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം വ്യക്തിപരമായി എനിക്ക് ചാർത്തി തന്ന പല കാര്യങ്ങളിലും അദ്ദേഹത്തോട് ദൈവം തമ്പുരാൻ ക്ഷമിക്കട്ടെ എന്ന് ആദ്യമായി തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരവസരത്തിൽ എന്നെ അങ്ങ് അസുഖക്കാരനായി ഇവിടെ തന്നെ പിടിച്ച് കടത്തുപോകുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം ആ രീതിയിലേക്ക് അത് കടന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ആയൂരായതുകൊണ്ട് എനിക്കും പ്രസാദിനുമൊക്കെ, അല്ലെങ്കിൽ എനിക്കും മറ്റുള്ളവർക്കും ഒക്കെ പ്രസാദിനെ നല്ലപോലെ അറിയാവുന്നത് കൊണ്ട് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുവാൻ ഈ വേദിയിലുള്ള ഞങ്ങളെല്ലാവരും മറ്റ് യൂണിറ്റുകളിൽ നിന്നെത്തിയിട്ടുള്ളവരും ജനപ്രതിനിധികളും എല്ലാം ആയിരിക്കുന്നത് ഏറെ സന്തോഷത്തോടു കൂടിയാണ്. എന്തുകൊണ്ട് വ്യാപാരി സമൂഹം ഇങ്ങനെ ഒരു സമ്മാന പദ്ധതിയുമായി നമ്മുടെ ഈ കമ്പോളത്തിൽ പദ്ധതിക്ക് ആരംഭം കുറിക്കുവാൻ എന്തുകൊണ്ട് നിർബന്ധിതരായി എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യണം എന്നുള്ള രീതിയിൽ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചു. കുറച്ച് നാളുകൾക്ക് മുൻപ് എൻ്റെ വീട്ടുമുറ്റത്തൊരു ചെറിയ ചെടിയുടെ മുകളിലായിട്ട്, ചെറിയൊരു കുറ്റിച്ചെടിയുടെ മുകളിലായിട്ട് ഒരു കാക്കക്കൂട് കണ്ടെത്തുവാനിടയാണ്. മുട്ടയൊന്നും ഇല്ലായിരുന്നു, ഒരു കൂട് മാത്രം. കാക്കയുടേതാണെന്ന് ഞങ്ങൾ ധരിച്ചു. അല്പം വലുപ്പമുണ്ടായിരുന്നു. ഈ കാക്കക്കൂട് നോക്കിയപ്പോൾ, അതിനടുത്ത് ചെന്ന് പരിശോധിച്ചപ്പോൾ, പണ്ടൊക്കെ കാക്കക്കൂട് ഉണ്ടാക്കിയിരുന്നത് കരിയിലയും ചകിരിയും വാഴനാരും തുടങ്ങിയ പ്രകൃതിദത്തമായ വിഭവങ്ങൾ ചേർത്ത് വെച്ച് കാക്കക്കൂട് ഉണ്ടാക്കുന്നതാണ് പണ്ടൊക്കെ നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കാക്കക്കൂട് നോക്കിയപ്പോൾ കെട്ടുകമ്പി, പ്ലാസ്റ്റിക് ചരട് തുടങ്ങി, അതായത് എനിക്ക് ഒരു ഇരുമ്പ് കടയാണുള്ളത്, അതിൻ്റെ ഗോഡൗൺ വീടിനോട് ചേർന്ന് തന്നെയാവും. അവിടെ നിന്നും ഈ കമ്പി കെട്ടി വരുന്ന കമ്പി ഉൾപ്പെടെ എടുത്ത് കാക്ക കൂട് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടു. കൗതുകത്തോടുകൂടി ഈ കാക്കക്കൂട് എടുത്ത് അതിൽ നിന്ന് പ്രകൃതിദത്തമായ വിഭവങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഈ കമ്പി മാത്രം തൂക്കി നോക്കിയപ്പോൾ 2 കിലോ 600 ഗ്രാം ഉണ്ടായിരുന്നു. കാലഘട്ടത്തിന് അനുസൃതമായി വീട് അല്ലെങ്കിൽ കൂട് നിർമ്മിക്കുന്നതിൽ പോലും ജന്തുജാലങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നു, മാറ്റം വരുത്തുന്നു. അവിടെയാണ് വ്യാപാരി സമൂഹം ഒന്നടങ്കം കഴിഞ്ഞ കുറേ നാളുകളായി കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ നിർബന്ധിതരായി. ഈ ഒരു ആലോചനയിൽ നിന്നുമാണ് ഇവിടെ പരാമർശിക്കപ്പെട്ട സ്നേഹസ്പർശം പോലെയുള്ള ജീവകാരുണ്യ പദ്ധതിയെക്കുറിച്ചും അതുപോലെ തന്നെ വ്യാപാരോത്സവം പോലെ ഓയൂരിൽ വിജയകരമായി 20ാമത്തെ വർഷം 10 വർഷമായി വിജയകരമായി നടത്തി വരുന്നു. പത്തനാപുരത്തും കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തി. അങ്ങനെ ഒട്ടനവധി യൂണിറ്റുകളിൽ വിജയകരമായി നടത്തി വരുന്ന വ്യാപാരോത്സവം പോലെയുള്ള പദ്ധതികളെ കുറിച്ച് വ്യാപാരി സമൂഹം ആലോചിക്കുവാൻ നിർബന്ധിതരായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ കോവിഡിന്റെ, ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ കോവിഡിന് ശേഷം ഉള്ള നമ്മുടെ സാമ്പത്തിക രംഗം, വ്യാപാര രംഗം, ആ വ്യാപാര രംഗത്തുണ്ടായ മാറ്റങ്ങൾ, ഇതിനെ ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളായി സാഗൂതം വീക്ഷിച്ച് പഠന വിധേയമാക്കുന്ന ഒരു സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. നമ്മളിത് പഠിച്ചപ്പോൾ നമ്മുടെ ഓരോ ചെറിയ കമ്പോളങ്ങളിൽ പോലും
കുത്തകകൾക്ക് കടന്നു വരുവാനുള്ള വഴിയൊരുക്കിക്കൊണ്ട് അവർക്ക് യഥേഷ്ടം ഇവിടുത്തെ ചെറുകിട വ്യാപാരി സമൂഹത്തിന്റെ മുകളിൽ ആധിപത്യം, വ്യാപാര മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അവരെ തകർത്തെറിഞ്ഞുകൊണ്ട് ഏതാനും ചില ശൃംഖലകൾ മാത്രം ഇവിടെ അവശേഷിച്ചാൽ മതി എന്നുള്ള രീതിയിലുള്ള പ്രവർത്തന ശൈലി അനുവർത്തിക്കുന്ന സർക്കാരുകൾ അവരുടെ കാലത്താണ് കേരളത്തിലെ വ്യാപാരി സമൂഹം ഒന്നടങ്കം ഇതിൽ നിന്ന് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഉപഭോക്താക്കളെ തങ്ങളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇങ്ങനെ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആയൂരിലെ ഉപഭോക്താക്കളെയും ആയൂരിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും ഉപഭോക്താക്കളെ സമ്മാന പദ്ധതിയിലൂടെ ഇവിടെ സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ ഏത് കടയിൽ ചെന്നാലും സമ്മാനമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാധനം കയ്യിൽ കിട്ടിയില്ലെങ്കിലും സമ്മാനം കയ്യിൽ കിട്ടുമെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ വ്യാപാരം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അത് ഏതൊരു സംരംഭമായിക്കൊള്ളട്ടെ, അവിടെയെല്ലാം സമ്മാനമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കോവിഡിന് ശേഷം പ്രത്യേകമായി നമ്മൾ മാറിക്കണം. ശൃംഖലകൾ നടത്തുന്ന മൾട്ടി ഷോപ്പുകളിൽ അവിടെ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ഓഫറുകളുടെ ഒരു പ്രളയം തന്നെ കാണുവാൻ കഴിയും. കേവലം ആയൂരിലെ വ്യാപാരി സമൂഹത്തോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, കേവലം ഈ സമ്മാന പദ്ധതിക്കപ്പുറമായി വില കുറച്ചുകൊണ്ട് തന്നെ സാധനങ്ങൾ കൊടുക്കുന്നതിനും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനും നമുക്ക് കഴിയണം. അതിനുള്ള ആലോചനകൾക്ക് കൂടി ആരംഭം കുറിക്കുന്നതിനുള്ള വേദിയായി ഈ വ്യാപാര ഉത്സവം മാറ്റിയെടുക്കണം എന്നുള്ള വിനീതമായ ഒരു അഭ്യർത്ഥന കൂടി വ്യാപാരി സമൂഹത്തിന് മുൻപിലേക്ക് വയ്ക്കുകയാണ്. പലപ്പോഴും നമ്മൾ കുത്തക ഭീമന്മാരുമായി നമ്മൾ നിയമം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു വാചകമുണ്ട്, ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് അലൈക്ക്. ഒരേപോലെ ഉള്ളവരെ ഒരേ രീതിയിൽ കാണണം. പക്ഷെ ഇവിടെ എന്താണ് സ്ഥിതി? ഇവിടുത്തെ ആയൂരിലെ ഒരു ചെറുകിട വ്യാപാരിക്ക് മത്സരിക്കേണ്ടി വരുന്നത് ഇന്ത്യയിലെ തന്നെ ഉന്നത നിലവാരമുള്ള വൻകിട സ്ഥാപനങ്ങളുമായിട്ടാണ് അവർക്ക് മത്സരിക്കേണ്ടി വരിക. അതേപോലെ തന്നെ ഓൺലൈൻ വ്യാപാരത്തിലൂടെ ഇന്ത്യയുടെ ഏതൊരു മുക്കിനും മൂലയിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനം ആയൂരിലെയും ഓയൂരിലെയും അഞ്ചലിലെയും പുനലൂരിലെയും നമ്മുടെ ഓരോ പ്രദേശത്തുമുള്ള കുഗ്രാമങ്ങളിലേക്ക് ഉള്ള വീടുകളിൽ ഈ സാധനങ്ങൾ എത്തിച്ചേരുമ്പോൾ ഇവിടെ തകരുന്നത് ഈ പ്രദേശത്ത് വൈകുന്നേരം അന്തിത്തിരി കത്തിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഈ ഓരോ പ്രദേശങ്ങളിലും അതിനെ ചെറു ഗ്രാമമാക്കി, അതിനെ ചെറിയ പട്ടണമാക്കി മാറ്റി, ഇപ്പോൾ നഗരങ്ങളാക്കി മാറ്റിയിരിക്കുന്ന ആ ഒരു ചെറുകിട വ്യാപാരി സമൂഹമാണ് ഇവിടെ നിന്നും തൂത്തെറിയപ്പെടുക. അവരെ തിരികെ കൊണ്ടുവരണം, അവരെ ചേർത്ത് നിർത്തണം. അവരാണ് നാടിന്റെ നട്ടെല്ല് എന്നുള്ള ആ ഒരു തിരിച്ചറിവോടുകൂടി ഇവിടെ എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആലോചിക്കാറുണ്ട്. നമ്മുടെ യോഗങ്ങളിൽ എപ്പോഴും വന്ന് നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദം, പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ വന്ന് പറയുന്ന കാര്യമാണ്, ചെറുകിട വ്യാപാരികളാണ് നാടിന്റെ നട്ടെല്ല്, അവരാണ് നാടിനെ താങ്ങി നിർത്തുന്നത് തുടങ്ങിയ വാചകങ്ങൾ. പക്ഷേ അവരായിരിക്കുന്ന സഭകളിൽ, നിയമനിർമ്മാണ സഭകളിൽ ചെറുകിട വ്യാപാരികളെ വണ്ടി പിടി. കറണ്ട് പോയതാ.
ആയൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിച്ചിരിക്കുന്ന വ്യാപാരോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. ആ ഉദ്ഘാടന ചടങ്ങിൻ്റെ തത്സമയ സംപ്രേഷണങ്ങൾ. ബൈക്കിന്റെ കേരളം ബൈക്കിന്റെ കേരളത്തിൽ വണ്ടി ഇവിടെ ഇവിടെ വരുന്നത് വന്നിട്ട് പോവാം. ഇപ്പോൾ വരുന്നുണ്ട് ചടങ്ങുകളോ ഒഴിഞ്ഞു ഓൺലൈൻ വ്യാപാരം ഉൾപ്പെടെയുള്ള ഓൺലൈൻ കുത്തകകളുടെ ഉൾപ്പെടെയുള്ള ഈ രംഗത്തേക്കുള്ള കടന്നുകയറ്റമാണ് ഞങ്ങളെ ഇത്തരത്തിൽ ചിന്തിക്കുവാൻ പറ്റുന്നതിനാണ്. അതുകൊണ്ട് തന്നെ ആയൂരിലെ മുഴുവൻ യൂണിറ്റുകളും മുഴുവൻ അംഗങ്ങളും അതുപോലെ തന്നെ ഉപഭോക്താക്കളും ഈ ഒരു സംരംഭത്തെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ചെറുകിട കവലകളെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യാപാര മേഖലയിലെ ലാസ്റ്റ് ബസ്സാണ്. ഈ ബസ് പിടിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുവാനുള്ളത്.
ഈ ബസ് പിടിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ കരകയറുവാനുള്ള ഈ ഒരു സംരംഭത്തിൽ നിങ്ങൾ അണിചേരാതെ മാറി നിന്നതിനെ സംശയത്തോടെ വീക്ഷിച്ച് മാറി നിന്നാൽ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് നമ്മുടെ വ്യാപാര രംഗം, ചെറുകിട വ്യാപാര രംഗം കടന്നു ചെല്ലേണ്ടി വരും എന്നുള്ളത് പ്രത്യേകമായി നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കഴിഞ്ഞ മാസം കൊല്ലത്ത് നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചു. പുതുതായി തുടങ്ങുന്ന കടകളുടെ എണ്ണം യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ളത് ഒന്ന് എടുത്തു തരാൻ സാധിക്കുമോ എന്നുള്ളത് വ്യവസായ വകുപ്പിൽ നിന്നാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു അല്പം ഒന്ന് കാത്താൽ ഒരാഴ്ചക്കകം അത്തരമൊരു കണക്കെടുക്കുകയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് വിനീതമായി തിരിച്ചൊരു അഭ്യർത്ഥന നടത്തി. കഴിഞ്ഞ 3 വർഷങ്ങളിൽ അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങളുടെ ഒരു കണക്ക് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വകുപ്പിൽ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അത്തരമൊരു കണക്ക് 100 കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി പോകുന്ന അവസ്ഥ. ഓരോ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുമ്പോൾ ഒരുപാട് വിയർപ്പിന്റെയും ഒഴുകിയ ഒരുപാട് കണ്ണുനീരിന്റെയും കഥകളുമായിട്ടാണ് ആ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത്. എനിക്കറിയാം, ചാവക്കാട്ട് നിന്ന് കഴിഞ്ഞ മാസം ഒരു വ്യാപാരി കൊല്ലത്തെത്തി. അദ്ദേഹം ജില്ലാ പ്രസിഡന്റിനെയും എന്നെയും കാണുവാനായിട്ട് വന്നതാണ്. അവിടെ നിന്ന് ജില്ലയുടെ പ്രസിഡന്റ് പറഞ്ഞയച്ചതനുസരിച്ചാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം ഒരു ഇരിപ്പ് കട നടത്തി, 6 വർഷം കട നടത്തി. ഇന്ന് അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന 18 സെന്റ് സ്ഥലവും കടമുറിയും ജപ്തി ചെയ്ത് തുക തികയാത്ത വിധത്തിൽ, അതായത് 3,40,00,000 രൂപയുടെ GST അടയ്ക്കുവാനുള്ള രീതിയിലാണ് കണക്കുകൂട്ടുന്നത്. ഈ ഓരോ അടച്ചുപൂട്ടലുകളുടെയും പിന്നിൽ കഥകൾ ഒരുപാടുണ്ട് എന്നുള്ളത് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. ഇവിടെ തുറന്നിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരുവാനാണ് ഉദ്യോഗസ്ഥർക്ക് താല്പര്യം. വഴിയോര വ്യാപാരം യഥേഷ്ടമായി പൊടിപിടിക്കുന്നു. അവിടേക്ക് ഫുഡ് സേഫ്റ്റിക്കാർക്ക് ആർക്കും കടന്നു ചെല്ലണ്ട. അവിടെ പ്ലാസ്റ്റിക് നിരോധനമില്ല, അവിടെ പേപ്പർ കപ്പ് നിരോധനമില്ല. ഷട്ടർ ഇട്ട് തുറന്നിരുന്നു പോയോ അവിടേക്ക് നടപടികളുമായി എത്തുന്നു. അതുപോലെ തന്നെ പാർക്കിങ്ങിന്റെ വിഷയം, നമ്മുടെ ഈ കമ്പോളങ്ങളിൽ ഉയർത്തിക്കെട്ടിയിട്ടുള്ള വേലിക്കെട്ടുകൾ, ഒരു കാലത്ത് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുമായി സംസാരിച്ചപ്പോൾ വേൾഡ് ബാങ്കിന്റെ സ്കീമാണെന്ന് പറഞ്ഞു വേലി കെട്ടണമെന്നുള്ളത് ഫുട്പാത്തിന് ചുറ്റും. പക്ഷെ വേൾഡ് ബാങ്കിന്റെ സ്കീമിൽ അല്ലാതെയുള്ള പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുമ്പോഴും ഇപ്പോൾ നമുക്കറിയാം ഈ വേലിക്കെട്ടുകൾ എല്ലായിടത്തും സ്ഥാപിച്ച് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നടന്നു കഴിഞ്ഞാൽ എല്ലാ കമ്പോളങ്ങളിലും ഇത്തരം വേലിക്കെട്ടുകൾ കാണും. പണ്ടുണ്ടായിരുന്നതിനേക്കാൾ നമ്മുടെ കമ്പോളങ്ങളിൽ പാർക്കിംഗ് സ്ഥലം കുറഞ്ഞിരിക്കുക. ഒരു സൈഡിൽ മാത്രം ഓട നിർമ്മിക്കുവാൻ ഉള്ള സാധ്യതയുള്ള ഇടങ്ങളിൽ പോലും 2 സൈഡിലും ഓട എടുത്തുകൊണ്ട് റോഡിന്റെ പ്രോജക്റ്റ് അടങ്ങൽ തുകയ്ക്ക് വലിയ വ്യത്യാസം വരുത്തുന്ന രീതിയിൽ പണി പൂർത്തിയാക്കി ആ 2 ഓടകൾക്ക് മുകളിലും ഇരുവശങ്ങളിലുമുള്ള ഓടകൾക്ക് മുകളിലും വേലിക്കെട്ടുകൾ സ്ഥാപിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ പാർക്കിംഗ് സ്ഥലം കുറയുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ചെറുകിട വ്യാപാരികളെ ദ്രോഹിക്കുവാനുള്ള സംഘടിതമായ ഒരു ശ്രമം എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. അതിന്റെ പിന്നിൽ ഉള്ള ചേതോവികാരം എന്താണ് എന്നുള്ളതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള വ്യാപാരി വ്യവസായ കോൺഗ്രസ്. ഞാനിത് മൊത്തമായി ഈ വിഷയങ്ങൾ പറഞ്ഞത് നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് വ്യാപാരി സമൂഹവും മാറിക്കൊണ്ട് ഇത്തരം ചിന്തകൾ നമ്മൾ പരസ്പരം പങ്കുവച്ച് പഠന വിധേയമാക്കി മുന്നോട്ട് പോകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതിന്റെ നാന്ദി എന്നോണം ആയൂരിൽ ഇന്ന് ആരംഭിക്കുന്ന വ്യാപാരോത്സവത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഇതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച യൂണിറ്റിലെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ മുഴുവൻ അംഗങ്ങളെയും എന്നെ ശ്രമിക്കുന്നവരായ മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളെയും പ്രത്യേകമായി അനുമോദിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്
ഉപഭോക്താക്കൾ ഇതിനെ വൻപിച്ച ഒരു വിജയമാക്കി മാറ്റി കൈനിറയെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു പദ്ധതിയായി ഇതിനെ വരും വർഷങ്ങളിൽ കൂടുതൽ വിപുലീകരിച്ച് നടത്തുന്നതിനുള്ള ധൈര്യം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് പകർന്നു നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി. അടുത്തായി നമ്മുടെ ഇടമളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ് അവർ ആശംസ അറിയിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള അധ്യക്ഷൻ, ആയുധ വ്യാപാരി വ്യവസായിയുടെ നേതാവ് യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ഷുക്കൂർ തോട്ടങ്കര, സ്വാഗതം ആശംസിച്ച സുഹൃത്ത് ജനറൽ സെക്രട്ടറി ശ്രീ പ്രസാദ് കോടിയാട്ട്, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ ബഹുമാന്യായ വ്യാപാരി വ്യവസായി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ജോജോ കെ എബ്രഹാം, വേദിയിലുള്ള മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ജ്യോതി വിശ്വനാഥ്, ശ്രീ തോമസ് കോശി, ശ്രീ വിളയിൽ മോൻ, മറ്റ് പ്രമുഖരെ, ബഹുമാന്റെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെ, എൻ്റെ ട്രഷറർ വിൽസൺ മാത്യു തുടങ്ങിയ, ഞാൻ ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ സ്വാഗത പ്രസംഗിയൻ പറഞ്ഞതുപോലെ ഇടമളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏക പട്ടണമാണ് ഈ ആയുധ. ഇടമളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ലഭിക്കുന്നതും ഇവിടെ നിന്നാണ്. അത് വ്യാപാരികളിൽ നിന്നാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാനും ശ്രീമതി ജ്യോതി വിശ്വാസവും വരുന്ന ഭരണസമിതി അതിനു മുമ്പ് 2005 ഈ പട്ടണത്തിന് വേണ്ടുന്ന പ്രാധാന്യം നൽകണം, മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന ഒരു പദ്ധതി മനസ്സിൽ രൂപപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹം പറഞ്ഞതിൽ ഉപരിയായി മറ്റൊന്നും പറയാൻ ഒരുപാട് കാര്യങ്ങൾ, ഓട്ടോ സ്റ്റാൻഡ്, പാർക്കിംഗ് ഏരിയ, അങ്ങനെ തുടങ്ങി നിരവധി ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ എല്ലാ അർത്ഥത്തിലും സഹായിച്ചിട്ടുള്ളവരാണ് ശ്രീ ഷുക്കൂർ തോട്ടങ്കരി, പ്രസാദ് കോടിയാട്ടം, മറ്റ് വ്യാപാരി വ്യവസായി. അത്തരത്തിൽ ഒരു പഞ്ചായത്തിൻ്റെ ഭരണം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം എന്ന നിലയിൽ ഒരു സിസ്റ്റത്തിലെ പ്രധാന ഘടകമായി വ്യാപാരി വ്യവസായികൾ കണ്ടെത്തും. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് മറക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ പഞ്ചായത്തിൽ ഭാരവാഹിയൊന്നും അല്ലെങ്കിൽ എന്നെയും ശ്രീമതി ജ്യോതി വിശ്വാസിനെയൊക്കെ ഈ വ്യാപാരി വ്യവസായികൾ ക്ഷണിച്ചുകൊണ്ടിരിക്കും. അതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്, മറക്കാത്തതിൽ സന്തോഷമുണ്ട്, നന്ദി സൂചിപ്പിക്കുകയാണ്.
അപ്പോൾ ഈ ഇങ്ങനെ ഒരു വ്യാപാര ഉത്സവം നടത്തുന്നതിനുള്ള കാരണം ബഹുമാനായ ജോജോ ഇവിടെ പറഞ്ഞു. ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. കമ്മ്യൂണിസം മുതലാളിത്തത്തിനെതിരെയല്ല, മുതലാളിത്തത്തിന്റെ സമീപനങ്ങളിൽ മാറ്റം വരണം എന്നുള്ളതാണ്. ആ സമീപനത്തിൽ മാറ്റം വരണമെന്ന് പറയാൻ ജനങ്ങൾക്ക് വേണ്ടി ഉള്ള സമീപനമായി മാറണം. അതാണ് കാഴ്ചപ്പാട്. അതുകൊണ്ട് മുതലാളിത്തം ഇവിടെയുള്ള ഈ വ്യാപാരികളാരും വൻകിട മുതലാളിമാരെയല്ല, ചെറുകിട വ്യാപാരികളും ജീവിതമാർഗമായി ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നു. അതിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ലക്ഷ്യമാണ്. ഈ പ്രസാദും ഷുക്കൂറും ഇവിടുത്തെ വ്യാപാരി വ്യവസായികളും ഒരുപാട് ജനങ്ങൾക്ക് ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ധാരാളം ഏറ്റെടുക്കുന്നുണ്ട്. പൊതുവായ കാര്യം ഒന്നും ഞാനിവിടെ വിശദമായി പറയുന്നില്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഒരുപാട്. അപ്പം അങ്ങനെയെല്ലാം ചെയ്യുന്നത് തന്നെ ജനങ്ങളോടുള്ള ഒരു സമീപനത്തിൻ്റെ മാറ്റമാണ്. അപ്പം അതുകൊണ്ട് വ്യാപാരികൾ ജനങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് അനിവാര്യ തന്നെയാണ് കച്ചവടവും വ്യാപാരികളും എല്ലാം. അപ്പോൾ ഇതെല്ലാം ഒരു സിസ്റ്റമായി പ്രവർത്തിച്ചു പോകണം. അതുകൊണ്ട് വ്യാപാരികളെ ഒറ്റപ്പെടുത്താൻ ആർക്കും കഴിയില്ല. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നികുതി GSTക്ക് നമ്മളെതിരാണ്. GST അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്, അത് പിൻവലിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു യൂണിയൻ ഗവൺമെൻറ് ചെയ്യുന്നതിനെതിരായിട്ടുള്ള നിലപാട് എടുക്കാൻ കഴിയില്ല. ബഹുമാനായ ജോജോ പോലുള്ളവർക്കറിയാം. അപ്പം അതുകൊണ്ട് GST പോലെയുള്ളവ ജനങ്ങളുടെ മണ്ടയ്ക്കാണ് ചുമത്തപ്പെടുന്നത്. അത് വ്യാപാരികൾക്ക് ദോഷമുണ്ടാക്കും. ഇപ്പോൾ നേരിടുന്നത് കുത്തക മുതലാളിത്തം, ചെറുകിട വ്യാപാരികളുമായുള്ള മത്സരമാണ് നടക്കുന്നത്. ആ മത്സരത്തിൽ ഈ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്നത് ഇവിടെ കട തുറന്നിരിക്കുന്ന, ടാക്സ് കൊടുത്തിരിക്കുന്ന സാധാരണ വ്യാപാരികളുടെ വ്യാപാരത്തെ ബാധിക്കുന്നതും അവരുടെ ജീവിതത്തെ ബാധിക്കുന്നതുമാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഓൺലൈൻ വ്യാപാരത്തെയും അത്തരം കുത്തകളുടെ നീരാളിപ്പെടുത്തൽ നിന്ന് ഈ വ്യാപാരികളെ രക്ഷപ്പെടുത്തുക, സംരക്ഷിക്കുക എന്നുള്ളത് ജനങ്ങളുടെ താല്പര്യമായി മാറണം. അങ്ങനെ ജനങ്ങൾ ഇത് ഏറ്റെടുക്കണം. അതുകൊണ്ട് അതുകൊണ്ട് ഈ ചെറുകിട വ്യാപാരികളെ നിലനിർത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം ജനങ്ങൾക്ക് കൂടിയുള്ളതാണ്. ഈ നാടിനും പഞ്ചായത്തിനും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സൗഹൃദപരമായ ഒരു സമീപനം ഈ വ്യാപാര ഉത്സവത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന സമ്മാനങ്ങളും ഒക്കെ കൊടുക്കുന്നത് ഈ മത്സര യുഗത്തിൽ
തീർച്ചയായിട്ടും അനിവാര്യമായിട്ടുള്ളതാണ്. അങ്ങനെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി തീരുമാനിച്ചതിനെ ഞാൻ അതിനെ അംഗീകരിക്കുകയാണ്. ആയൂരിനെ സംബന്ധിച്ച് കുറച്ച് വ്യാപാര മേഖലയേ ഉള്ളൂ. അത് പരസ്പരമുള്ള മത്സരം തീർച്ചയായിട്ടും ഉണ്ട്. എങ്കിലും ഇവിടുത്തെ വ്യാപാരികൾ പരസ്പരം ഒരു സൗഹൃദമുണ്ട് എന്നുള്ളത് ഞാൻ എടുത്തു പറയുന്നു. ഏത് കാര്യത്തിലും ഒരു കൂട്ടായ്മ, ഐക്യം ഉണ്ട്. ശ്രീമാൻ ഷുക്കൂർ തോട്ടിങ്കര ഇവിടെ രാഷ്ട്രീയമല്ല, പ്രസാദ് കോടിയൻ ഇവിടെ ഷുക്കൂർ പറഞ്ഞതുപോലെ രാഷ്ട്രീയ വിദ്യയിലില്ല. അതാണ് അവരുടെ വിജയം. എത്രയോ വർഷമായി അവരിങ്ങിരിക്കുകയോ അവരെ വായിച്ച് വിടാൻ നോക്കിയിട്ടും പറ്റുന്നില്ല, ശ്രമിച്ചിട്ടും. അത്രയ്ക്ക് ഇതിലൊരു കുത്തകയാണത്. അപ്പോൾ അവർ തമ്മിലുള്ള സൗഹൃദം മാതൃകാപരമാണ്. അതുകൊണ്ട് ഇവിടുത്തെ വ്യാപാരി വ്യവസായ ആയൂർ യൂണിറ്റിൻ്റെ പ്രവർത്തനം മഹത്തായ തരത്തിലുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. ഏത് കാര്യത്തിനും കൂടി ഇവിടെ പറഞ്ഞത് രാത്രിയും പകലും ഒക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് വെളുപ്പിലെ വന്ന് ഇവിടെ പാർക്കിംഗ് സംഘങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതെല്ലാം ഈ പ്രസാദിൻ്റെ ഈ ചുക്കൂർ ഇതിൻ്റെ എല്ലാം താല്പര്യത്തിന് നിന്നു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതെല്ലാം ഞാൻ ജനങ്ങൾക്കും നാടിനും വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിനെല്ലാം വലിയ നേതൃത്വം കൊടുക്കുന്ന ആളാണ് ശ്രീ അഞ്ചൽ അദ്ദേഹം, അഖിൽ രാധാകൃഷ്ണൻ. ഇവയൊക്കെ ഇവിടെ അടുത്ത സുഹൃത്തുക്കളെ കാലമായി അറിയാവുന്നതാണ്. അപ്പോൾ ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ ഈ ആയൂർ യൂണിറ്റും മാതൃകയായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള ബഹുമാനായ ജനാധിപത്യ വിശ്വാസികളെ, ഇവിടെ ഈ കടകളിൽ ബന്ധപ്പെടുന്ന നിങ്ങൾ ഈ വ്യാപാരോത്സവവുമായി സഹകരിക്കണം, അതിനെ വിജയിപ്പിക്കണം. ഇവിടെ ഒരു കട പോലും പൂട്ടിപ്പോകാതെ നല്ല നിലയിൽ പ്രവർത്തിക്കുവാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ഇതിനെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാൻ വിട്ടുപോയത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീമതി ജ്യോതി വിശ്വാസ് കൂടി ചേർത്ത് പറയും എന്നുള്ളതുകൊണ്ട് നിർത്തുന്നു. ഈ പരിപാടിയുടെ ലോഗോ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ് ക്ഷണിക്കുകയാണ്. ആശംസ അറിയിക്കുന്നതിനായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ യൂണിയൻ സെക്രട്ടറി ശ്രീമതി ജ്യോതി സാറിനെ ക്ഷണിക്കുകയാണ്. ഈ വ്യാപാരോത്സവത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഷുക്കൂർ തോട്ടിങ്കര, അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് പ്രസാദ് കോടിയാട്ട്, അതുപോലെ വ്യാപാരി വ്യവസായിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ജോജോ കെ എബ്രഹാം, ഇവിടെ എത്തിച്ചേർന്ന വ്യാപാരി വ്യവസായിയുടെ ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ, ജനപ്രതിനിധികൾ അടക്കമുള്ള വ്യാപാരി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചിരുന്നത് പോലെ വ്യാപാരികൾ വളരെ ഒരു സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കടകളിൽ നിന്ന് നേരിട്ട് പോയി സാധനങ്ങൾ വാങ്ങുന്ന ഒരു രീതിയിൽ നിന്നും വ്യത്യാസമുണ്ടായിട്ട് ഇപ്പോൾ എല്ലാം ഒരു ഓൺലൈൻ മാർക്കറ്റിങ്ങിലൂടെ വീട്ടിലിരുന്ന് അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓൺലൈനിലൂടെ വാങ്ങുന്ന ആ ഒരു രീതി, നമുക്കൊന്നും പരിചയമില്ലാത്ത, നമ്മൾ കണ്ടിട്ട് പോലുമില്ലാത്ത ആ സാധനങ്ങൾ അവർ പറയുന്ന ആ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മൾ വാങ്ങുന്നത്. ക്വാളിറ്റിയിലൊന്നും ശ്രദ്ധിക്കാതെ ഒന്നിനും സമയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പരസ്പരമുള്ള സഹകരണവും സൗഹൃദവുമാണ് ഈ ഒരു വ്യാപാരത്തിലൂടെ തന്നെ ഇല്ലാതാകുന്നത്. നമ്മൾ പൊതുജനങ്ങളുമായിട്ടൊക്കെ ഒരു സഹകരണം ഉണ്ടാകുമ്പോൾ, നമ്മൾ രാഷ്ട്രീയക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിരിവിനും എല്ലാം ആശ്രയിക്കുന്നത് വ്യാപാരികളെയാണ്. ഇവിടെ നേരത്തെ സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ ആയൂരിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ വ്യാപാരി വ്യവസായിയുടെ സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും കൂട്ടായ്മ.
ഇപ്പോഴും ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അതുപോലെ തന്നെ നാട്ടുകാരുടെ കാര്യങ്ങളിലും ഒക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളിലുമൊക്കെ അവർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വളരെ സൗഹൃദമായിട്ടുള്ള ഒരു ഇടപെടലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വ്യാപാരികളുമായിട്ടും വ്യാപാരികളുടെ എല്ലാ പ്രശ്നങ്ങളിലും അവർ നന്നായി ഇടപെടുകയും അവരുടെ എല്ലാ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുന്നതിന് വേണ്ടി അവർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾ നേരിട്ട് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഏതാണ്ട് 2.5 വർഷക്കാലം ഞാൻ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പോഴും ഇവർ രണ്ടുപേരും ഈ ഒരു ടൗൺ നന്നാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വളരെ കർമ്മനിരതരായിട്ട് ഇവർ ഈ ടൗണിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ക്ലീൻ സിറ്റി, ഗ്രീൻ സിറ്റി എന്നൊക്കെ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോഴും നമുക്ക് പറയുന്ന എല്ലാ പദ്ധതികളും 100% പ്രാവർത്തികമാക്കാൻ കഴിയില്ല എങ്കിലും ഏകദേശം ഒരു 70% എങ്കിലും നമുക്കത് പ്രാവർത്തികമാക്കാൻ അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായി അവരുടെ ഇടപെടലിലാണ് അതിനൊക്കെ ഞങ്ങൾ ഭരണസമിതിയെ സഹായിച്ചത്. അതുകൊണ്ട് ഈ ദീർഘമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഇവിടെ സംസാരിക്കാൻ നിരവധിയായ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഈ വ്യാപാരോത്സവത്തിന് എല്ലാ രീതിയിലുമുള്ള നന്മകളും അതുപോലെ വ്യാപാരികളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ആരാധനയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ എസ് ദേവരാജൻ അവരുടെ ക്ഷണിക്കുന്നു. വളരെ പ്രിയങ്കരനായ യോഗാധ്യക്ഷൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആയൂർ യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ ഷുക്കൂർ തോട്ടങ്കര, വേദിയിൽ ഉപസ്ഥിതരായിട്ടുള്ള ഏകോപന സമിതിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എബ്രഹാം, അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അഖിൽ രാധാകൃഷ്ണൻ, മേഖലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ഈ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ പ്രസാദ് കോറിയാട്ട്, ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ചു പോയ അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ്, വേദിയിലുള്ള ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ജ്യോതി വിശ്വനാഥ്, മറ്റ് വേദിയിൽ ഉപസ്ഥിതരായിട്ടുള്ള ആയൂർ യൂണിറ്റിന്റെ ട്രഷറർ ശ്രീ വിൽസൺ മാത്യു, മറ്റ് ഭാരവാഹികൾ, ഏറെ പ്രിയങ്കരായിട്ടുള്ള ആയൂർ നിവാസികൾ, ആയൂരിലെ പ്രബുദ്ധരായ വ്യാപാരി സുഹൃത്തുക്കളെ, തൊഴിലാളി സ്നേഹിതരെ, സഹോദരി സഹോദരന്മാർ, ആയൂരിൽ ഇന്ന് ഒരു പുതിയ സംരംഭത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആയൂർ യൂണിറ്റ് തുടക്കം കുറിക്കുകയാണ്. ഒരു വ്യാപാരോത്സവം നടത്തിക്കൊണ്ട് ഏതാണ്ട് 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വ്യാപാരോത്സവം. വ്യാപാരോത്സവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഗവൺമെന്റ് പോലും നടത്തി ഏകദേശം പരിസമാപ്തിയിലെത്തിച്ച മതിയാക്കി വെച്ച ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലൊക്കെ ഗവൺമെന്റ് പലതവണ നടത്തിയിട്ടുള്ളതാണ്. അതൊക്കെ വ്യാപാരികൾ അതിന്റെ കൂപ്പണുകൾ വിലയ്ക്ക് വാങ്ങി സൗജന്യമായി ഉപഭോക്താക്കൾ നൽകിക്കൊണ്ട് അതിൽ വിജയിപ്പിച്ചിട്ടുള്ള പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഏതായ ഒരു യൂണിറ്റ് തന്നെ സ്വന്തമായി വ്യാപാരോത്സവം സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ബഹുമാനരായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ തരത്തിൽ സാധനങ്ങൾ കുറെ കൂടി സൗകര്യമായി, കുറെ മത്സരബുദ്ധിയോടുകൂടി, കുറച്ചുകൂടി വില കുറച്ച്, അതോടൊപ്പം തന്നെ അവർക്ക് അതിനേക്കാൾ വലിയ സമ്മാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ വ്യാപാരോത്സവം ഇവിടെ ആരംഭിക്കുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ വ്യാപാര മേഖല വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. അത് നമ്മുടെ അഡ്വക്കേറ്റ് രവീന്ദ്രനാഥും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങളാൽ കേരളത്തിലെ വ്യാപാര മേഖല വലിയ പ്രതിസന്ധിയിലും ആ പ്രതിസന്ധിയുടെ ഭാഗമായി ഈ മേഖലയിൽ ജീവിതമാർഗം കണ്ടെത്തിയ ധാരാളം ആളുകളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പോൾ നമ്മൾ വഴിയോരങ്ങളിലൊക്കെ സഞ്ചരിച്ചു പോകുമ്പോൾ നമുക്ക് കൂടുതലായി കാണാൻ കഴിയുന്നത് കടകളുടെയൊക്കെ മുമ്പിൽ വലിയ ഒരു ബാനർ എഴുതി കെട്ടുന്നിരിക്കുന്നത് കാണാം, കട കാലിയാക്കൽ വിൽപ്പന.
കാലിയാക്കൽ വിൽപ്പന ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കാരണം പിന്നെയും അത് വ്യാപാരം നടത്തി മുന്നോട്ട് പോയാൽ ആ കുടുംബം കൂടെ ഇല്ലാതാകുന്ന, ഒരു സ്വസ്ഥമായ ജീവിതം പോലും ഇല്ലാതാകുന്ന തരത്തിലേക്ക്, കുടുംബത്തിന് ജീവിക്കുവാനുള്ള മാർഗത്തിന് വേണ്ടിയിട്ടാണ് വ്യാപാരം തുടങ്ങിയതെങ്കിലും ഇന്ന് കുടുംബത്തെ കാർന്നു നിന്ന തരത്തിലേക്ക് വ്യാപാരത്തിന്റെ ആ ഒരു അവസ്ഥ തന്നെ എത്തിയിരിക്കുന്നു. ചില്ലറ വ്യാപാര രംഗം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ട് വലിയ ശോച്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. അതിനെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓൺലൈൻ വ്യാപാരം ഒരു വലിയ ഘടകമാണ്. ആയൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള 3 മാസം നീണ്ടു നിൽക്കുന്ന വ്യാപാരോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. സാക്ഷി ടിവിയുടെ തത്സമയ സംപ്രേഷണം ഇവിടെ അവസാനിക്കുന്നു. സാക്ഷി ടിവിക്ക് വേണ്ടി ഗോപൻ മുദ്ര, രാജ്മോഹനൻ എന്നിവർ തയ്യാറാക്കിയത്. വിലയുടെ ഘടകത്തിൽ മത്സരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചുകൊണ്ട് അവരെയൊക്കെ തൂത്തെറിയുവാൻ പരിശ്രമിക്കുന്ന ആ